ഈ സെഷനിൽ നമ്മൾ എങ്ങനെ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ചെയ്യാൻ പോവാണേ. എക്സ് റേസ് ടു 4 മൈനസ് 5x y സ്ക്വയർ y ക്യൂബ് എഴുതണം, y ക്യൂബ് പ്ലസ് y റേസ് ടു 6 is equal to 2 ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലേ? ഓക്കെ, എക്സും വൈയും ഒരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ട്. ഇറ്റ് ഇസ് എൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് ഇൻ ടേംസ് ഓഫ് dy/dx. അതായത് നമ്മൾ dy/dx ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഫൈൻഡ് dy/dx. dy/dx ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട്? ഈ dy/dx എന്ന് പറഞ്ഞാൽ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് y ഇൻ ടേംസ് ഓഫ് x. വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് dy/dx എന്ന് പറഞ്ഞാൽ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് y ഇൻ ടേംസ് ഓഫ് x. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മളിപ്പം നോർമലി ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിന് dy/dx എന്താണ്? dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx ഇസ് ഈക്വൽ ടു 2x എന്നല്ലേ? dy/dx ഇസ് ഈക്വൽ 2x അങ്ങനെയല്ലേ? അപ്പോൾ അതേപോലെ നോക്കിയാൽ മതി ഇവിടെ. ഓക്കെ, അതേപോലെ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനൊന്ന് മായ്ച്ചു കളയാം. അപ്പോൾ നമ്മളിവിടെ dy/dx ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് റേസ് ടു 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dx ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് റേസ് ടു 4ൻ്റെ dy/dx എന്ന് പറഞ്ഞാൽ 4x ക്യൂബ്. ഓക്കെ, ഇനി അത് നോർമൽ സാധാരണ ചെയ്ത് ഇനി മൈനസ് ഇനി നമ്മളിവിടെ dy/dx. അപ്പോൾ എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കരുതുന്നത്. അതിൻ്റെ അർത്ഥം ഈ 5 കോൺസ്റ്റൻ്റ്, അത് നമുക്ക് നേരത്തെ അറിയാം 5 കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് അല്ലേ? 5 കോൺസ്റ്റൻ്റ്. അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള y ക്യൂബ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ dy/dx ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, അതായത് വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് y ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ dy/dx ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് കരുതും. അതിൻ്റെ അർത്ഥം ഈ 5ഉം കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കരുതും, ഈ y ക്യൂബിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കരുതും. ഓക്കെ, അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആൻസർ എന്ത് കിട്ടും? ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഇതും കോൺസ്റ്റൻ്റ് ആണ്, ഇതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം വേറെ എക്സ് മാത്രമല്ല, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻ്റ് അല്ല, ആ കോൺസ്റ്റൻറ്റുകൾ മാത്രമേ വരത്തുള്ളൂ അല്ലേ? ആ കോൺസ്റ്റൻറ്റുകൾ മാത്രം വരും. അപ്പോൾ -5y ക്യൂബ് ഇനി പ്ലസ്. അപ്പോൾ ഇവിടെ നമ്മൾ dy/dx ആണ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ y റേസ് ടു 6നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പം y റേസ് ടു 6നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എന്നാലോചിച്ച് നോക്കിയേ. നമ്മൾ എക്സ് അല്ലാതെ ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ dy/dx ചെയ്യുമ്പോൾ എക്സ് അല്ലാതെ ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഈ y റേസ് ടു 6ൻ്റെ dy/dx എന്ന് പറഞ്ഞാൽ 0 ആണ്. 0. ഓക്കെ, അപ്പോൾ അത് 0 എഴുതേണ്ട കാര്യമില്ല, 0. ഇനി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ 0 ആണ്. സോ ദാറ്റ് മീൻസ് വാട്ട്? ഇതെല്ലാം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന രീതിയിലാണ് വരും. പക്ഷേ ഇതിവിടെ തീരത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇനി നേരെ തിരിച്ചും ചെയ്യും. dx/dy ചെയ്യും. dx/dy നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്ത് dy/dx ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ വൈനെ വേരിയബിളായിട്ട് കണ്ടുകൊണ്ട് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എക്സിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യും. മനസ്സിലായോ? dx/dy ചെയ്യുമ്പോൾ y വേരിയബിളായിട്ട് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. പക്ഷേ എക്സ് എന്ന വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യും. സോ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ ആദ്യം എന്താണ്? എക്സ് റേസ് ടു 4 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? dx/dy ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 0. കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0. അപ്പം ഞാൻ അത് എഴുതുന്നില്ല, +0 ആയതുകൊണ്ട് അത് എഴുതുന്നില്ല. ഇനി ഇവിടെ എന്താണ്? നമ്മൾ അടുത്തത് -5xy the whole cube. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? dx/dy ആണ്. dx/dy ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ
എന്താണ് വൈനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കോൺസ്റ്റൻ്റായിട്ട് അസ്യൂം ചെയ്യും. അതായത് ഈ 5നെയും കോൺസ്റ്റൻ്റായിട്ട് അസ്യൂം ചെയ്യും, എക്സിനെയും കോൺസ്റ്റൻ്റായിട്ട് അസ്യൂം ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൈ ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 3y². സോ ഇറ്റ് വിൽ ബി മൈനസ്, ഇവിടുത്തെ മൈനസ് സൈൻ ഓൾറെഡി ഉണ്ടല്ലോ, 5 3 താഴോട്ട് വരുമല്ലോ, ഈ വൈ ക്യൂബിൻ്റെ 3 താഴോട്ട് വരുന്നതുകൊണ്ട് 5 × 3 15 എക്സ് കോൺസ്റ്റന്റ് തന്നെയാണ്, 15x. പിന്നെ നമ്മൾ വൈ ക്യൂബിനല്ല ഡിഫറൻഷിയേറ്റ് ചെയ്തത്, വൈ ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y². അപ്പോൾ ഈ y², 3നെ ഓൾറെഡി നമ്മൾ താഴെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുക, 3y² കിട്ടുന്നില്ല. 3y² സ്ക്വയർ എഴുതാൻ പറ്റുന്നില്ല, താഴോട്ട് എഴുതുവാണേ, 3y². ഓക്കെ. ഇനി അടുത്തത് പ്ലസ് y⁶ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ dx/dy ആ ചെയ്യുന്നത്. അപ്പോൾ വൈന് വേരിയബിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ദാറ്റ് വിൽ ബി പ്ലസ് 6 y⁵ is equal to 0. ഓക്കെ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഈ പറഞ്ഞ പോലെ 4x³ മൈനസ് 5y³ മൈനസ് 5y³ മൈനസ് 5y³ വീണ്ടും മൈനസ് 15xy² മൈനസ് 15xy² പ്ലസ് 6y⁵ is equal to 0. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ. താങ്ക് യു.